ഇസ്ലാമിക അധ്യാപനങ്ങളോട് യോജിച്ചുകൊണ്ട് ഒരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയിലെ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രസ്ഥാനം ചോദ്യങ്ങൾക്ക് മറുപടി എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ 189 190 പേജുകളിലായി അദ്ദേഹം എഴുതി, നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും പുതുതായി നിർമ്മിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നും എല്ലാ നവനിർമ്മിതിയും ബിദ്അത്താണ്, എല്ലാ ബിദ്അത്തും മാർഗഭ്രംശവുമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് വ്യക്തമാക്കിയതായി അനിഷേധ്യമായി തെളിഞ്ഞിരിക്കെ മതകാര്യമായോ മതചടങ്ങായോ ആഘോഷങ്ങളോ ആചാരങ്ങളോ പുതുതായി കണ്ടെത്താൻ ആർക്കും അധികാരമോ അവകാശമോ ഇല്ല. ഖുർആനിനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനിച്ചോ വ്യാജ ഹദീസുകളെ തെളിവായി ഉദ്ധരിച്ചോ ബിദ്അത്തുകളെ ന്യായീകരിക്കുന്നതാകട്ടെ ഇരട്ട കുറ്റമാണ് താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആയുഷ്കാലത്തിൽ ഒരിക്കൽ പോലും തന്റെ ജന്മദിനം ആഘോഷിക്കുകയോ ആഘോഷിക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്തതിന് ദുർബലമായ തെളിവ് പോലും ഇല്ല. മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാരും തിരുമേനിയുടെ ജന്മദിനം ആഘോഷിച്ചതായി വിശ്വാസ്യമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആണ്ടുതോറും റബീഉൽ അവ്വൽ 12-ന് നബിദിനാഘോഷം നടത്തുന്നത് ദീനിൽ തെളിവില്ലാത്ത ബിദ്അത്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ആഘോഷിക്കാമെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം മാത്രമല്ല, പ്രവാചകത്വ ദിനവും ഹിജ്റ ദിനവും മക്ക വിജയവും ഒക്കെ പ്രാധാന്യമർഹിക്കുന്ന ദിനങ്ങൾ തന്നെ. എന്തുകൊണ്ടാണ് ആ ദിനങ്ങളെ നബിദിനക്കാർ അവഗണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. മുസ്ലിം സമൂഹം ആഘോഷിക്കേണ്ട ദിനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ് സത്യം. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണവ. രണ്ടിനും പ്രവാചകന്റെ വ്യക്തിജീവിതവുമായി ബന്ധമില്ല എന്നതും ശ്രദ്ധേയമാണ്. നബിസ്മരണ ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 5 നേരങ്ങളിൽ ഓരോ മുസ്ലിമും പുതുക്കുന്നുണ്ട്. ബാങ്കിലും നമസ്കാരങ്ങളിലും അതിലധികമായും പ്രവാചക സ്മരണ പുതുക്കണം. അദ്ദേഹത്തിന് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിചയപ്പെടുത്തുന്ന പരിപാടികൾ റബീഉൽ അവ്വൽ ഉൾപ്പെടെ എല്ലാ മാസങ്ങളിലും നടത്തണം. എന്നാൽ റബീഉൽ അവ്വൽ മാത്രമായി അതിന് നീക്കിവെക്കുന്നതിന് ന്യായമോ തെളിവോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര സമുദായങ്ങളുടെ വ്യക്തിപൂജാപരമായ ആചാരങ്ങളിൽ നിന്ന് തന്റെ സമുദായത്തെ മാറ്റി നിർത്താനാണ് ശ്രമിച്ചത്. നാം അതിന് വിപരീതമായി ഇതര സമുദായങ്ങളെ അനുകരിച്ച് വ്യക്തിപൂജാ സംസ്കാരം വളർത്തുന്നത് ശരിയല്ല.